ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഷ ടോക്കീസ്. ഡൈസറ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു പെൺകുട്ടിയുടെ ദുർമരണവും പിന്നീട് റോഹൻ എന്ന വ്യക്തിക്ക് അനുഭവപ്പെടുന്ന അദൃശ്യമായ ശക്തികളുടെ സാന്നിധ്യവും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ഡൈസറെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് കാണിക്കുന്നത്. അവിടുത്തെ കോൺട്രാക്ടറായ മധു എന്ന ആൾക്ക് ഒരു കോള് വരുന്നുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം ഒരു വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഒരു പെൺകുട്ടി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. മധു ഈ പെൺകുട്ടിയുടെ അയൽവാസിയാണ്. പിന്നീട് കാണിക്കുന്നത് റോഹന്റെ വീടാണ്. അവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. അപ്പോഴാണ് റോഹന്റെ ഫ്രണ്ട് അവരുടെ ക്ലാസ്മേറ്റ് ആയ കനി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. മൂവിയുടെ തുടക്കത്തിൽ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയാണ് കനി. നമുക്ക് പോയി കാണണം എന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവർ കനിയുടെ വീട്ടിലേക്ക് പോകുന്നു. റോഹൻ കനിയുടെ റൂമിൽ കയറുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് അവൻ എടുക്കുന്നു. പിന്നീട് കനിയുടെ സഹോദരനായ കിരണിനെ റോഹൻ കാണുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കണമെന്നൊക്കെ റോഹൻ പറയുന്നുണ്ട്. അതിനുശേഷം റോഹൻ തിരികെ വീട്ടിലേക്ക് വരുന്നു. അവൻ കനിയുടെ വീട്ടിൽ നിന്ന് എടുത്ത ഹെയർ ക്ലിപ്പ് കബോർഡിൽ വെക്കുന്നുണ്ട്. രാത്രിയിൽ അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്ന പോലെ റോഹന് തോന്നുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ മധുവിന്റെ വീടാണ് കാണിക്കുന്നത്. മധുവിന്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. മധുവിന്റെ അച്ഛൻ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന പൂജാരിയായിരുന്നു. വീണ്ടും രാത്രി റോഹൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മറ്റാരോ ഉള്ളതായി അവന് തോന്നുന്നു. ചിലങ്കയുടെ പോലുള്ള ശബ്ദവും കേൾക്കുന്നുണ്ട്. അവൻ റൂമിൽ നിന്നിറങ്ങി റൂം അടയ്ക്കുന്നു. അപ്പോഴത്തേക്ക് അവൻ കനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹെയർ ക്ലിപ്പ് തുറക്കുന്നതിനെയും അടയ്ക്കുന്നതിനെയും ശബ്ദം റൂമിൽ നിന്ന് കേൾക്കുന്നു. റോഹൻ ഷോക്ക് ആവുന്നുണ്ട്. രാവിലെ തന്നെ അവൻ യുഎസിലുള്ള തന്റെ പേരൻസിന്റെ അടുത്തേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അന്ന് രാത്രി റോഹൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു അദൃശ്യമായ ശക്തി അവനെ ആക്രമിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ റോഹന്റെ സെക്യൂരിറ്റിയും സർവന്റുമാണ് അവനെ വന്ന് എഴുന്നേൽപ്പിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് റോഹൻ മധുവിനെ കാണാൻ പോകുന്നതാണ്. ഒരു 7-8 മാസം മുന്നേ സ്കൂൾ മീറ്റപ്പിലാണ് കനിയെ വീണ്ടും കുറെ നാൾക്ക് ശേഷം റോഹൻ കാണുന്നത്. അങ്ങനെ റോഹനും കനിയും തമ്മിൽ പെട്ടെന്ന് ക്ലോസ് ആയി. ബട്ട് പെട്ടെന്ന് കനി കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ റോഹൻ അവളെ ഇഗ്നോർ ചെയ്തു. അതിനുശേഷം പിന്നീട് അറിയുന്നത് കനി ആത്മഹത്യ ചെയ്തു എന്നതാണ്. കനി ഇപ്പോൾ തന്നെ ഉപദ്രവിക്കുകയാണ്. കനിയുടെ ഫാമിലിയോട് പറഞ്ഞ് എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറയണം എന്നൊക്കെ റോഹൻ മധുവിനോട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ വീട്ടിൽ പോയി പറയാൻ പറ്റില്ല. എന്തായാലും കനിയുടെ 16-ന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. ചിലപ്പോൾ അതോടുകൂടി ഇതൊക്കെ മാറുമായിരിക്കും എന്ന് മധു പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കനിയുടെ 16-ന്റെ കർമ്മങ്ങളൊക്കെ കഴിയുന്നു. ഒരു ദിവസം രാത്രി റോഹൻ ആകട്ടെ കനിയുടെ അനിയനായ കിരണിനെ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അവർ ബാൽക്കണിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും, നിനക്ക് ഞാൻ കുറച്ച് പൈസ തരാമെന്ന് റോഹൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിരൺ ഇമോഷണൽ ആകുന്നു. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ ഓക്കെയാണ്. എല്ലാവരും എണീക്കുമ്പോൾ മുതൽ നിൽക്കുക ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ടോർച്ചറാണ്. അവൾ മരിച്ചതിന് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുന്നു. സത്യത്തിൽ ചേച്ചി മരിച്ചതിൽ അവൻ സങ്കടമുണ്ടെങ്കിലും ഇതുവരെ അവൻ കരയാതെ അവന്റെ സങ്കടങ്ങൾ പുറത്തു കാണിക്കാതെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് റോഹൻ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു. പിന്നീട് നോക്കുമ്പോൾ ആരോ കിരണിനെ ബാൽക്കണിയിൽ നിന്ന് തള്ളിയിടുന്നു. റോഹൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. എന്തിനാണ് അവനെ ഈ വെള്ളമടി പരിപാടിക്കൊക്കെ വിളിക്കുന്നത്? അവൻ ചത്തിട്ടില്ലെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പോ എന്നൊക്കെ മധു റോഹനോട് പറയുന്നുണ്ട്. റോഹനും വളരെ അസ്വസ്ഥനായി തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. റോഹൻ വീട്ടിലിരിക്കുമ്പോൾ ആരുടെയോ സാന്നിധ്യം അവന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു പുരുഷ ശരീരം അവിടെ കാണുന്നു. പെട്ടെന്ന് റോഹൻ ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് രാവിലെ മധു റോഹന്റെ വീട്ടിൽ വരുന്നു. മധു വരുമ്പോൾ തന്നെ റോഹൻ അത് കനിയല്ല, ഒരു പുരുഷ ശരീരമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് താൻ കനിയുടെ മുറിയിൽ നിന്ന് ഹെയർ ക്ലിപ്പ് എടുത്തിരുന്നു എന്ന് റോഹൻ മധുവിനോട് പറയുന്നു. അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ പറയുന്ന പോലെ കനി അല്ലെങ്കിൽ വേറെ ആർക്കോ കൂടി അവളുടെ സാധനങ്ങളിൽ അവകാശമുണ്ട്. അന്ന് കനിയുടെ മുറിയിൽ അയാളും ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് തന്നെ പിന്തുടർന്നാവാം ഈ വീട്ടിൽ വന്നത് എന്നൊക്കെ മധു റോഹനോട് പറയുന്നുണ്ട്. എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് റോഹൻ മധുവിനോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ കനിയുടെ വീട്ടിൽ തന്നെ പോകണം എന്ന് മധു പറയുന്നു. അങ്ങനെ അവർ കനിയുടെ വീട്ടിലെത്തുന്നു. റോഹൻ ആകട്ടെ താൻ എടുത്ത ഹെയർ ക്ലിപ്പ് തിരികെ കനിയുടെ റൂമിൽ തന്നെ വെക്കുന്നുണ്ട്. കനിയുടെ ചിലങ്ക അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ ചിലങ്ക എടുത്ത ആളായിരിക്കാം റോഹന്റെ പുറകിൽ എന്ന് മധു പറയുന്നു. അങ്ങനെ അവർ കനിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന എൽസമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. കനിക്ക് ആൺ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് മധു ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഡാൻസ് ക്ലാസ് മാത്രമായിരുന്നു അവളുടെ ലോകമെന്ന് എൽസമ്മ പറയുന്നുണ്ട്. എന്തായാലും ഇനി വീട്ടിൽ നിൽക്കണ്ട, പുറത്തെവിടെയെങ്കിലും താമസിക്കാൻ മധു റോഹനോട് പറയുന്നു. അന്ന് രാത്രി മധുവിന്റെ വീട്ടിൽ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം മധുവിന് അനുഭവപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം റോഹനും മധുവും കനിയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. അവിടെ ഒരു കുട്ടിയോട് കനിയെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തിരികെ പോകുമ്പോൾ മഴ വന്നതുകൊണ്ട് ഒരു ബിൽഡിങ്ങിൽ കയറി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്നിരുന്ന ആൾ കനിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം ഡാൻസ് ക്ലാസ്സിന് മുന്നിലും വന്ന് നോക്കി നിന്നിരുന്നു എന്നൊക്കെ ആ കുട്ടി അവരോട് പറയുന്നുണ്ട്. അവരാകട്ടെ ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. ഫിലിപ്പ് എന്നാണ് അയാളുടെ പേര്.
പള്ളിയിലെ അച്ഛൻ പറഞ്ഞിട്ടാണ് അവിടെ ജോലിക്ക് നിർത്തിയതെന്നും ഇപ്പോൾ അയാൾ സൗദിക്ക് പോയി എന്നാണ് കേട്ടതെന്നും കടയുടെ ഓണർ പറയുന്നുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് ഒരു ഏജന്റ് വഴി സൗദിയിൽ പോയിട്ടുണ്ട്. എൽസമ്മയുടെ മകൻ മനുവും ആ ഏജന്റ് വഴിയാണ് സൗദിയിൽ പോയത്. മനുവിനെ വിളിച്ച ഏജന്റിന്റെ നമ്പർ എടുത്താൽ എന്തെങ്കിലും അറിയാൻ സാധിക്കും എന്ന് മധു പറയുന്നുണ്ട്. അങ്ങനെ റോഹൻ എൽസമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. മധു ആകട്ടെ ഫിലിപ്പിനെ കടയിൽ നിർത്താൻ പറഞ്ഞ പള്ളിയിൽ അച്ഛന്റെ അടുത്തേക്കും പോകുന്നുണ്ട്. സത്യത്തിൽ ഫിലിപ്പ് എൽസമ്മയുടെ മകൻ മനു ആയിരുന്നു. റോഹൻ എൽസമ്മയുടെ വീട്ടിൽ വന്ന് മനുവിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. മനു എപ്പോഴും ഇങ്ങോട്ടാണ് വിളിക്കാറ്, പല നമ്പറുകളിൽ നിന്നാണ് വിളിക്കാറുണ്ട് എന്ന് എൽസമ്മ പറയുന്നു. മനുവിനെ സൗദിയിൽ കൊണ്ടുപോയ ഏജന്റിന്റെ നമ്പർ കിട്ടാനാണ് എന്ന് പറയുമ്പോൾ അത് തപ്പിത്തരാം എന്ന് എൽസമ്മ പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ട്രോഫിയിൽ ഫിലിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് റോഹൻ കാണുന്നത്. അവിടെ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് റോഹൻ അത് തുറക്കുമ്പോൾ ആകട്ടെ അവിടെ ഒരു ശരീരം കുറെ നാളുകളായി മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു. ഫിലിപ്പിന്റെ ശരീരമായിരുന്നു അത്. കാലിൽ കനിയുടെ ചിലങ്കയുമുണ്ട്. അപ്പോഴേക്കും എൽസമ്മ വന്ന് റോഹന്റെ തലയ്ക്കടിക്കുന്നുണ്ട്. ഫിലിപ്പിന് കനിയെ ഇഷ്ടമായിരുന്നു. എൽസമ്മ കനിയുടെ മുറി വൃത്തിയാക്കുമ്പോൾ കനി ഉപയോഗിക്കുന്ന കമ്മലും വളയും കനിയുടെ ഫോട്ടോയും ഒക്കെ എടുത്തു കൊണ്ടുവന്ന് ഫിലിപ്പിന് കൊടുക്കുമായിരുന്നു. ഫിലിപ്പിന്റെ ശ്വാസമുട്ടലായിരുന്നു. അങ്ങനെ അവന്റെ അവസാന നാളുകളിൽ കനിയുടെ ചിലങ്ക അവന്റെ കാലിൽ കെട്ടിക്കൊടുത്തിരുന്നു. കനിയുടെ എല്ലാ സാധനങ്ങളും അവന്റെയുമാണ് എന്ന് എൽസമ്മ പറയുന്നുണ്ട്. അവളോട് പോയി ഒന്നും മിണ്ടാനോ ഇഷ്ടം തുറന്നു പറയാനോ അവനെ കൊണ്ടായില്ല എന്നൊക്കെ എൽസമ്മ പറയുന്നുണ്ട്. ഇതേ സമയം മധു ആകട്ടെ ഇതൊക്കെ അറിഞ്ഞ് എൽസമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആകട്ടെ എൽസമ്മ തന്റെ വീടിന്റെ പുറകിൽ കുഴി വെട്ടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മധു വീടിനകത്തേക്ക് കയറി റോഹനെ നോക്കുന്നുണ്ട്. ഫിലിപ്പിന്റെ ശരീരം അവിടെ കിടക്കുന്നത് മധു കാണുന്നു. ഈ ചിലങ്ക അഴിച്ചു മാറ്റണം, ഇതുള്ളത് കൊണ്ടാണ് ഈ ആത്മാവ് ഭൂമിയിൽ നിൽക്കുന്നത് എന്ന് മധു പറയുന്നു. അവർ അത് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. മൂർച്ചയുള്ള എന്തെങ്കിലും എടുക്കാനായി റോഹൻ മുറിയുടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം എൽസമ്മ റോഹനെ ആക്രമിക്കുന്നു. മധു റോഹനെ രക്ഷിക്കാൻ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഫിലിപ്പിന്റെ ആത്മാവ് മധുവിനെ അപായപ്പെടുത്തുന്നു. റോഹൻ എൽസമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മുറിയിലേക്ക് വരുമ്പോൾ മധുവിനെ ആത്മാവ് അപായപ്പെടുത്തുന്നതാണ് കാണുന്നത്. റോഹൻ കത്തികൊണ്ട് കാല് ചിലങ്കയോട് കൂടി വെട്ടിമാറ്റി തീയിലിടുന്നുണ്ട്. ഏതോ ഒരു ശക്തി അവിടുന്ന് പുറത്തേക്ക് പോകുന്നതായി കാണിക്കുന്നു. പിന്നീട് റോഹൻ വന്ന് മധുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഫിലിപ്പിന്റെ ശരീരം പതിയെ കത്താൻ തുടങ്ങിയിരുന്നു. എൽസമ്മയുടെ കരച്ചിൽ കേൾക്കുന്ന റോഹൻ തിരികെ വീടിനകത്ത് ചെന്ന് എൽസമ്മയെയും വീടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് മധുവിനെ അന്വേഷിച്ച് ഒരാൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരുന്നതാണ് കാണിക്കുന്നത്. മധുവിന്റെ അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മധുവും അച്ഛനെ പോലെ പൂജയൊക്കെ ചെയ്യുമോ എന്ന് അറിയാനാണ് അയാൾ വരുന്നത്. തന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു. മധുവിന് അത് വന്ന് നോക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വരാമെന്ന് മധുവും പറയുന്നു. പിന്നീട് അവിടേക്ക് റോഹൻ വരുന്നുണ്ട്. എൽസമ്മയെ അവരുടെ ആങ്ങള വന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് മധു പറയുന്നുണ്ട്. നാളെ രാവിലെ US പോകുകയാണ് എന്ന് റോഹൻ മധുവിനോട് പറയുന്നു. പിന്നീട് റോഹൻ എയർപോർട്ടിലേക്ക് പോകാനായി എല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു ശബ്ദം കേട്ട് റോഹൻ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ താൻ അന്ന് കനിയുടെ മുറിയിൽ തിരിച്ചു വെച്ച ഹെയർ ക്ലിപ്പ് കാണുന്നു. കനിയുടെ ആത്മാവാണ് അവിടെയുള്ളത്. അത് കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കുന്നു. ഈ മൂവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.